പണ്ടൊക്കെ അസുഖവുമായി ആശുപത്രിയിൽ പോകുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ചെറിയ ക്ലിനിക്കുകളേ ഉള്ളൂ. എൻ്റെ ഗ്രാമത്തിൽ ഒരു മൻസൂർ ഡോക്ടറും നസീർ ഹുസൈൻ ഡോക്ടറും, രണ്ടുപേരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, ഖബറിലാണ്. പടച്ചതമ്പുരാൻ ഇരുവർക്കും പരലോകം വിജയിപ്പിക്കട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയുണ്ട്. കാരണം ഇന്ന് കാണുന്ന പല വൈദ്യന്മാരെ പോലെയും സാമ്പത്തിക ലാഭമോ അത്തരം കാര്യങ്ങളോ അവർ ലക്ഷ്യമായിരുന്നില്ല. അവരാരെയും ചൂഷണം ചെയ്തില്ല, ആരെയും മുതലാക്കിയില്ല എന്നൊക്കെ ഉള്ളത് ഒരു പ്രത്യേകതയാണ്. അങ്ങനെയുള്ളവരിപ്പോഴുമുണ്ട്, എന്നാലും അവരുടെ എണ്ണം കുറവാണ്. ഞാനിത് പറഞ്ഞു വന്നത്, അവിടെ ചെല്ലുമ്പോൾ ചെവിവേദനയ്ക്ക് എന്നാൽ അവർ മരുന്ന് തരും, പല്ലുവേദനയ്ക്ക് എന്നാൽ മരുന്ന് തരും, ഗ്യാസുമായി ചെന്നാൽ മരുന്ന് തരും, എല്ലാം തരും. അന്ന് ഒരു മഞ്ഞ വെള്ളമാണ് ഒരു കുപ്പിയിലാക്കി തരുന്നത്, ഒരു ചുവപ്പ് കലർന്ന ഒരു പ്രത്യേകതരം ലായനി. എല്ലാ അസുഖത്തിനും അതാണ് കുടിക്കുന്നത്. പിന്നെ പിന്നെ മരുന്നുകളും ഗുളികയും ഒക്കെ പ്രത്യക്ഷപ്പെട്ടു, ഇഞ്ചക്ഷൻ തുടങ്ങി, അങ്ങനെയാണ് പോകുന്നത്. ഇന്നിപ്പോൾ എല്ലാം സ്പെഷ്യലൈസേഷനുകളുടെ കാലമാണ്. ഓരോന്നിനും ഓരോ സ്പെഷ്യലൈസേഷനാണ്. മുടിക്ക് സ്പെഷ്യലൈസേഷൻ, ചെവിക്ക്, കണ്ണിന്, കാതിന്. ഈ അടുത്ത സമയത്ത് വേറൊരു പ്രത്യേകതരം സ്പെഷ്യലൈസേഷനും കേട്ടു. ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. എന്താണ്? ഗൈനക് കോസ്മെറ്റോളജി എന്നാണ് ആ സ്പെഷ്യലൈസേഷൻ കേട്ടത്. എന്ന് വെച്ചാൽ ഈ പ്രസവിച്ച് കഴിഞ്ഞതിന് ശേഷമുണ്ടാകുന്ന സൗന്ദര്യം കുറയലുകളുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്ന പ്രത്യേകമായ ഒരു ബ്രാഞ്ച് ഓഫ് മെഡിസിനാണത്രേ അത്. നമ്മൾ നാടൻ ഭാഷയിൽ അതിനൊക്കെ പല ചികിത്സകളുണ്ടെങ്കിൽ ഇപ്പോൾ അതിൻ്റെ പേരുകളൊക്കെ അങ്ങനെയാണ്. അതുപോലെ തന്നെ നമുക്ക് സ്ഥിരമായി വരുന്ന പല അസുഖങ്ങളുടെയും പേരുകൾ, ഇപ്പോൾ ചില ഡോക്ടർമാരുടെ പ്രിസ്ക്രിപ്ഷൻ കണ്ടാൽ നമുക്ക് ക്യാൻസർ ആണോ എന്ന് വിചാരിക്കും. സംഗതി നമ്മൾ ഈ അരിമ്പാറ എന്നൊക്കെയാണ് പറയുന്നത്. ഞങ്ങളുടെ നാട്ടിലൊക്കെ അരിമ്പാറ എന്ന് പറയും, ചിലയിടത്ത് ഉണ്ണീന്നോ ഒക്കെ പറയാറുണ്ട്. ഞാൻ ചിലപ്പോൾ വിളിക്കും ഭാഗ്യസഞ്ചി എന്നൊക്കെ പറയും. അങ്ങനെയുള്ള ചില സംഗതികളെ ഡോക്ടർമാർ എഴുതുന്നത് ക്യാൻസറസ് ഗ്രോത്ത് എന്നൊക്കെയാണ്. കാരണം ഒരു എന്താ പറയുന്നത്, സെൽസിൻ്റെ ഒരു റാപ്പിഡ് ഗ്രോത്ത് എന്നൊക്കെയുള്ള രീതിയിൽ. അതുപോലെയുള്ള വളരെ ഗൗരവമായ ഒരു അസുഖമാണ് ഒനിക്കോമൈസോസിസ് എന്ന് പറയുന്നത്. അത് വളരെ ഗൗരവമായൊരു രോഗമാണ്. ആ രോഗത്തിൻ്റെ ഒരു പ്രത്യേകത, ആ പേര് നിർദ്ദേശിച്ചത്, ഇങ്ങനെ ഒരു പേര് കണ്ടുപിടിച്ചത് 1853 ജോർജ് മെയ്സ്നർ എന്ന് പറയുന്ന ഒരാളാണ്. യന്ത്രവൽകൃത രാജ്യങ്ങളിൽ 10% ആളുകൾക്ക് ഈ അസുഖം പിടിപെടാറുണ്ട്. ഒനിക്കോമൈക്കോസിസ് എന്ന് പറയുന്ന ഈ അസുഖം പ്രമേഹ രോഗമുള്ളവർക്കും അത്തരമുള്ള ആളുകൾക്കും വലിയ മാരകമാകാറുണ്ട്. പലപ്പോഴും ശുദ്ധിയില്ലായ്മ, വൃത്തിയാക്കാൻ കഴിയായ്മ ഒക്കെ വരുമ്പോഴാണ് ഈ ഒനിക്കോമൈക്കോസിസ് വലിയ ഗൗരവമുള്ള രോഗമായി മാറുന്നത്. ഒനിക്കോമൈക്കോസിസിന് പലപ്പോഴും കടുത്ത വേദനയും പ്രയാസങ്ങളും ചിലപ്പോൾ പനിയും പോലെയൊക്കെയുള്ള അവസ്ഥകളിലേക്ക് വന്നേക്കാം. അത് കൈകാര്യം ചെയ്യപ്പെടുന്ന രീതി അനുസരിച്ചാണ് അത് എങ്ങനെ ആകുന്നു എന്നുള്ളതിനെ ആശ്രയിക്കുക. ഒനിക്കോമൈക്കോസിസ് 60 വയസ്സ് കഴിഞ്ഞ ഏതാണ്ട് 10-30% പേർക്കും പിടിപെടാവുന്നതാണ്. നമ്മളിൽ പലർക്കും അത് പിടിപെട്ടിട്ടുള്ളതാണ്. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതുവരെ ഒനിക്കോമൈക്കോസിസ് എനിക്ക് വന്നിട്ടില്ലേ എന്ന്. വന്നിട്ടുണ്ടുവേ, നമുക്കെല്ലാവർക്കും വന്നിട്ടുണ്ട്. അതുപോലത്തെ ഒരു അസുഖമാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലാ കളക്ടർക്കും വന്നത്. തിരുവനന്തപുരം ജില്ലാ കളക്ടർ ആവുമ്പോൾ അതിനൊരു ഗൗരവമുണ്ടാകുന്നത് സ്വാഭാവികമാണ്. അദ്ദേഹം, നമ്മൾ പണ്ടത്തെ ഒരു കവിതയുണ്ടല്ലോ, ചെമ്മനം ചാക്കോയുടെ, പേര് ഞാൻ മറന്നുപോയി. അതായത് ഈ പണി ചെയ്യാനായി എവിടെ നിന്നോ യന്ത്രം ശരിയാക്കാൻ വന്ന ഒരു വിദേശിയായ എൻജിനീയർ, ഉയർന്ന ഉദ്യോഗസ്ഥൻ, അതിൻ്റെ അടിയിൽ കയറിക്കിടന്ന് പണിയുമ്പോൾ ഒരു സ്പാനർ നഷ്ടപ്പെടുകയും അതെടുത്തു തരാൻ അദ്ദേഹം തൊട്ടടുത്ത് നിന്ന് ചീഫ് എഞ്ചിനീയറോട് പറയുകയും ചീഫ് എഞ്ചിനീയർ അതിൻ്റെ താഴെയുള്ള എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോട് പറയുകയും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അതിൻ്റെ താഴെയുള്ള അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോട് പറയുകയും ഇങ്ങനെ രസകരമായി പറഞ്ഞുകൊണ്ടിരിക്കെ ഈ അടിയിൽ പണിയാൻ കയറിയ ആൾ തന്നെ വന്ന് സ്പാനർ എടുത്തുകൊണ്ട് പോയി ശരിയാക്കുന്ന എന്ന രൂപത്തിലുള്ള ഒരാശയമാണ് അതിലുള്ളത്, ആ കവിതയിലുള്ളത്. പേര് ഞാൻ മറന്നുപോയി. ഏതായാലും അതിനെ അനുസ്മരിപ്പിക്കും വിധം അദ്ദേഹം റിപ്പോർട്ട് ചെയ്തു DMOയ്ക്ക്. DMO താഴോട്ട് റിപ്പോർട്ട് ചെയ്ത് അവസാനം ജനറൽ ഹോസ്പിറ്റലിൽ നിന്ന് കളക്ടറെ കാണാൻ ചെന്നപ്പോൾ ഒനിക്കോമൈക്കോസിസ് ബാധിതനായ കളക്ടർ അവിടെ ഇല്ല. അദ്ദേഹം ജോലിക്ക് പോയിരിക്കുകയാണ്. ഉച്ചയ്ക്ക് അദ്ദേഹം എത്തി, വേണ്ട നിർദ്ദേശങ്ങൾ നൽകി, ആൻറ്റിബയോട്ടിക്കൊക്കെ കൊടുത്തിട്ട് പോയി. ഈ ഒനിക്കോമൈക്കോസിസ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? കുഴിനകം. കുഴിനകം കുത്തുന്നതിനാണ് ഒനിക്കോമൈക്കോസിസ് എന്ന് പറയുന്നത്.
പണ്ട് ഇതിൻ്റെ ചികിത്സ നടത്തുന്നത് നമ്മുടെ അമ്മമാരായിരുന്നു. ചിരട്ടയിൽ ഇച്ചിരി ഉപ്പുവെള്ളം ചൂടാക്കി അതിൽ മുക്കടാന്ന് പറയുമായിരുന്നു ഉമ്മമാർ. ആ അസുഖമാണ് നമ്മുടെ തിരുവനന്തപുരം കളക്ടർക്ക് പിടിപെട്ടത്. കളക്ടറൊക്കെ ആവുമ്പോൾ അതിനെ കുഴിനകം എന്നൊക്കെ പറയുന്നത് മോശമാണ്. ഒനിക്കോമൈക്കോസിസ് എന്ന് തന്നെ പറയണം. ഇനി അതുകൊണ്ട് ആരെങ്കിലും എന്താണ് അസുഖം എന്ന് ചോദിച്ചാൽ കുഴിനകം കുത്തി എന്നൊന്നും പറയരുത്, ഒനിക്കോമൈക്കോസിസ് പിടിപെട്ടു എന്ന് പറയണം. കാലം മാറുമ്പോൾ ഒരു പുരോഗതിയൊക്കെ വേണമല്ലോ എല്ലാത്തിനും.